ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ, മെറ്റയുടെ കാര്യത്തിൽ ഹർഷൻ ഇപ്പോൾ പറഞ്ഞത് വെച്ച് കൊണ്ടുമ്പോൾ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഒന്ന്, അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിലുള്ള ആരെങ്കിലും അദ്ദേഹത്തിന് പാരമൊക്കെ ഉണ്ടോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഉറപ്പ്. ഒന്ന് എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ആണ് എല്ലായിടത്തും റിമൂവ് ചെയ്യുന്നത്. മുഖ്യമന്ത്രി ആയിരിക്കുന്ന ആളിൻ്റെ ഫോട്ടോ മാധ്യമ സ്ഥാപനങ്ങളിൽ കാർഡായിട്ട് വരരുത് എന്നതല്ലേ ഇതുകൊണ്ട് സംഭവിക്കുന്നത്. എന്നാൽ ഹർഷൻ ഇപ്പോൾ പറഞ്ഞു, എന്നാൽ നമ്മൾ രണ്ടുപേരും സംസാരിക്കുന്ന ആൾ കേൾക്കാതിരിക്കുന്നുണ്ടോ? ഇന്നിപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ തൊട്ട് തോമസ് ഐസക് വരെയുള്ള ആളുകൾ വന്ന് സംസാരിച്ചു. മാധ്യമങ്ങൾ ഇങ്ങനെ നിരന്തരമായിട്ട് വാർത്ത വരിക. ഇപ്പോൾ വി ഡി സതീശൻ ഒരു അടിയന്തരാവസ്ഥ കാലത്ത് മാധ്യമ നിഷേധം നടപ്പാക്കിയുള്ള ഒരാളായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. എന്നാൽ അദ്ദേഹം പറയുന്നത് ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പോൾ പിന്നെ എവിടുന്നാണ് സംഭവിക്കുന്നത് ചോദിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം പരിശോധിച്ചാൽ ഒന്നുകിൽ രാജാവിനേക്കാൾ രാജഭക്തികൾ ആരോ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് എന്നാൽ പിന്നെ അങ്ങ് തീർത്തേക്കാം എന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം തട്ടിക്കോ എന്ന് പറഞ്ഞ ആരോ ഈ മെറ്റയ്ക്ക് ഒരു മെയിൽ അയക്കുകയോ അല്ലെങ്കിൽ ആവശ്യപ്പെടുകയോ ചെയ്യേണ്ട. അല്ലെങ്കിൽ ഈ ചാൻസിൽ വി ഡി സതീശൻ്റെ പേര് കുറച്ച് ചീത്തയാവട്ടെ, അദ്ദേഹം ഇങ്ങനെ മാധ്യമങ്ങളെ പോയിന്റ് ചെയ്ത് പിടിക്കുന്ന ആളാണ് എന്ന മട്ടിൽ ആരോ അദ്ദേഹത്തിനെതിരെ പാരയും വെക്കുന്നുണ്ട് എന്നാണ് എൻ്റെ പ്രശ്നം. അതല്ല ഹർഷ, അതായത് ഞാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനം സാഹൂതം കാണാൻ എനിക്കൊരു കാരണമുണ്ടല്ലോ. ഞാൻ കഴിഞ്ഞ ദിവസം പ്രവചിച്ചിരുന്നല്ലോ, അതായത് അദ്ദേഹം ഇങ്ങനെയായിരിക്കും പറയുക എന്നുള്ളത്. അപ്പോൾ അതൊരു ദിവസം കടന്നുപോയി. കാരണം കർക്കിടകമായതുകൊണ്ട് ക്യാബിനറ്റ് ഇല്ല, മന്ത്രിസഭായോഗമില്ല. അവിടെ നാളെ എന്ന് പറഞ്ഞ് മറ്റന്നാളായി ഒരു ദിവസം കൂടെ അതിൻ്റെ ഇടയ്ക്ക് വരികയും ഈ സംഭവങ്ങൾ ഒന്നുകൂടെ കയറി മൂക്കുകയും ചെയ്തു, ഈ പ്രത്യേകിച്ച് മെറ്റയുമായി ബന്ധപ്പെട്ട്. പക്ഷേ എൻ്റെ പ്രവചനം 95% ഫലിച്ചു. അതായത് ആ മെയിൻ വിഷയത്തിൽ നിന്ന് മാറിയിട്ട് സൈഡ് വിഷയമായിരിക്കും അദ്ദേഹം പിടിക്കുക എന്ന് ഞാൻ പറഞ്ഞത് ആ അർത്ഥത്തിൽ ശരിയായി. കാരണം അദ്ദേഹം മെയിൻ വിഷയമായിട്ടുണ്ടായിരുന്ന, അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന, സോഷ്യൽ മീഡിയയുടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആരോപണം ഉയർന്ന ഈ ചെറുപ്പക്കാരൻ അദ്ദേഹത്തിൻ്റെ തന്നെ മന്ത്രിസഭയിലെ രണ്ടാമനായിട്ടുള്ള ആഭ്യന്തര വകുപ്പിൻ്റെ ഈ പറയുന്ന പ്രത്യേകമായിട്ടുള്ളൊരു പദ്ധതിയിലൂടെ, ഓപ്പറേഷൻ തൂഫാനിലൂടെ പിടിയിലായതിനെക്കുറിച്ച് അദ്ദേഹം പറയുന്നതിനേക്കാൾ കൂടുതൽ സമയമെടുത്തിട്ട് മെറ്റയെക്കുറിച്ച് പറഞ്ഞു. പിന്നെ അത് എൻ്റെ പ്രവചനം ശരിയായി എന്ന് പറയുമ്പോൾ തന്നെ ഇടയിലൊരു ദിവസം ഈ ചർച്ച കൂടുതലായിട്ട് വന്നുകൊണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമായിട്ട് വന്നു മെറ്റയുടെ ഈ പരിപാടികൾ. അതുകൊണ്ട് അദ്ദേഹത്തെ പൂർണ്ണമായിട്ട് എൻ്റെ പ്രവചനം വിജയിച്ചു, അദ്ദേഹം ഇതാ വന്നില്ലേ എന്ന് പറഞ്ഞ് എനിക്കങ്ങോട്ട് സന്തോഷിക്കാൻ പൂർണ്ണമായിട്ട് പറ്റുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. പക്ഷേ എന്നാലും ഒരു പ്രശ്നം അതിനകത്തുള്ളത് ഹർഷ, അതായത് വി ഡി സതീശൻ്റെ വാർത്താ സമ്മേളനങ്ങളെല്ലാം ശ്രദ്ധിച്ചാൽ ഓരോ വിഷയങ്ങൾക്കിടയിലും അദ്ദേഹം മതിയായ സമയമിടും. എന്നുവെച്ചാൽ ഒരു വിഷയം കഴിഞ്ഞ് അടുത്ത വിഷയം, എന്നിട്ട് ആ ഒരു വിഷയത്തിനകത്തുള്ള ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിന് മറുപടി പറഞ്ഞിട്ടാണ് അടുത്ത വിഷയത്തിൽ അദ്ദേഹം പോകുന്നത്. പക്ഷേ ഇവിടെ കണ്ടോ, ഇവിടെ മെറ്റയുടെ വിഷയം ദീർഘമായിട്ട് പറഞ്ഞിട്ട് അദ്ദേഹം രണ്ടാമത്തെ എന്ന് വെച്ചാൽ സൈഡ് വിഷയം ആദ്യമായിട്ട് എടുത്ത് പ്രധാനമായിട്ട് ഇതെല്ലാം പറഞ്ഞ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ പറഞ്ഞ പോലെ തന്നെയാണ് പറഞ്ഞത് കേട്ടോ. അദ്ദേഹത്തിൻ്റെ ഭാഷയിലായിരിക്കും അദ്ദേഹം പറയാമെന്ന് വെച്ചാൽ ഞാൻ അത്രയും വലിയ സംഭവമാണോ, ഞാനാണോ മറ്റേ കൊണ്ട് ഇങ്ങനെ ചെയ്യിക്കുന്നതെന്ന് ചോദിക്കുന്നത് ഞാനിവിടെ ചോദിച്ചിരുന്നു. അത് ആ കഴിഞ്ഞ ദിവസം കണ്ട ആളുകൾക്കറിയാം. അതുപോലെ തന്നെ അദ്ദേഹം ചോദിച്ചത്. അത് വിശദമായിട്ട് പറഞ്ഞതിന് ശേഷം അദ്ദേഹം ഈ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടന്നു. എന്ന് വെച്ചാൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനകത്ത് ഉള്ള സോഷ്യൽ മീഡിയ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ആളാണ് പിടിയിലായത് എന്ന ആരോപണമായിരുന്നല്ലോ. അത് വസ്തുതയല്ലെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ അതിലേക്ക് കടന്നപ്പോൾ എൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം ഇന്ന് യഥാർത്ഥത്തിൽ മെറ്റയുമായി ബന്ധപ്പെട്ടതല്ല, ഈ പ്രശ്നമാണ്. അതായത് മുഖ്യമന്ത്രി വി ഡി സതീശൻ ആ കാര്യത്തെക്കുറിച്ച് എനിക്കവരെ അറിയാമായിരുന്നുവെന്നും അവർ പിന്നെ ഇങ്ങനൊരു നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് തല്ല് വാങ്ങിയപ്പോൾ അവരെ സന്ദർശിക്കുകയാണ് ചെയ്തതെന്നൊക്കെ പറഞ്ഞു. ഇപ്പം തന്നെ സോഷ്യൽ മീഡിയയിലും പിന്നെ എം വി ഗോവിന്ദൻ മാസ്റ്റർ രാഷ്ട്രീയ എതിർപക്ഷത്തുള്ള ആൾ വന്നിട്ട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല, അദ്ദേഹത്തിന് നേരത്തെ പരിചയം ഉണ്ടായിരുന്നു, ഇഫ്താർ വിരുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഫോട്ടോകളുണ്ടായിരുന്നു എന്നൊക്കെ. പക്ഷെ എൻ്റെ പ്രശ്നം അവിടെയൊന്നുമല്ല. എൻ്റെ പ്രശ്നം അദ്ദേഹം മതിയാം വിധം അതിനെ തള്ളിപ്പറഞ്ഞില്ല എന്നതാണ്. അദ്ദേഹം സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി, ഞാൻ എന്നും പറയുന്നത് പോലെ 3.25 കോടി മലയാളികളുടെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള, ഇപ്പോൾ കേരളത്തിലെ ഏറ്റവും ഉന്നതമായ അധികാര പദവിയിലിരിക്കുന്ന പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവായിട്ടുള്ള വി ഡി സതീശൻ പൊതുപ്രവർത്തകനായിട്ടിരുന്നിട്ട് ഇങ്ങനെയെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ട് ഇത്രക്കും നിന്ദ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത ഒരാളെ മതിയായ ഭാഷയിൽ ശക്തിയായിട്ട് തള്ളിപ്പറഞ്ഞില്ല ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ എന്നതാണ് എൻ്റെ പ്രശ്നം. ഇതിനകത്ത് ആ ബൈറ്റ് ഒന്നുകൂടെ കേട്ടാൽ അറിയാം. വി ഡി സതീശൻ മുഖ്യമന്ത്രി, അദ്ദേഹം എന്നാണ് ഈ ഹുസൈനെ കുറിച്ച് പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാരിലെ പോലീസ്, ആഭ്യന്തര വകുപ്പ് ഈ നടപ്പാക്കുന്ന പ്രത്യേക ഒരു പരിപാടിയിലൂടെ മയക്കുമരുന്നുമായിട്ട് പിടിയിലായ ഒരാളെ അദ്ദേഹം എന്നാണ് പറയുന്നത്. ഒരിടത്ത് മാത്രമാണ് അദ്ദേഹം പറയുന്നത്, വി ഡി സതീശൻ പറയുന്നത്. അത് അദ്ദേഹത്തിൻ്റെ രീതി കൊണ്ട് വന്നതായിരിക്കാം, അതൊരു കുറ്റം പറയാൻ പറ്റില്ല. എന്നും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു വാർത്താ സമ്മേളനത്തിലൊക്കെ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ, മറ്റൊരാളെ പരിഗണിക്കുമ്പോൾ, മറ്റൊരാളെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം എന്ന് പറയുന്ന ഒരു സ്വാഭാവിക രീതി ആയിരിക്കാം, കുഴപ്പമില്ല, ഞാനത് മനസ്സിലാക്കുന്നു. പക്ഷേ അപ്പോഴും അത് പരിഗണിച്ചു കൊടുത്താൽ, അനുവദിച്ചു കൊടുത്താൽ പോലും ഇത്രയും നിന്ദ്യമായിട്ടുള്ളൊരു കാര്യം നടന്ന, എന്നെ പറ്റിച്ച, സംസ്ഥാനത്തെ കോൺഗ്രസ് എന്ന വലിയ പാർട്ടിയെ പറ്റിച്ച, കോൺഗ്രസിൻ്റെ പ്രവർത്തകരും നേതാവും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൂടെ നടന്ന് ഇത്രമാത്രം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റും മറ്റുമൊക്കെ ഇട്ട, മറ്റെല്ലാം വിട്ടേക്ക്, അദ്ദേഹത്തിനോടുള്ള അടുപ്പവും കാര്യങ്ങളൊക്കെ വിട്ടേക്ക്, അങ്ങനെ ഇട്ട ഒരാളെ ഇങ്ങനെ ഒരു സംഗതിയിൽ വെച്ച് പിടിച്ചു. അതും ആര്? അദ്ദേഹത്തിന് എതിർപക്ഷത്തുള്ള സർക്കാരല്ല പിടിച്ചത്, അദ്ദേഹത്തിൻ്റെ തന്നെ സർക്കാർ.
അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പ്, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകനായിട്ടുള്ള മന്ത്രിയുടെ ആഭ്യന്തര വകുപ്പ് പുതിയ ഒരു പദ്ധതി പ്രഖ്യാപിച്ച് പിടിച്ചപ്പോൾ അതിനെക്കുറിച്ച്, അതും ഈ ചെറുപ്പക്കാരെ കാർന്നു നിന്ന ഏറ്റവും വലിയ ഈ ദുരന്തമായിട്ടുള്ള ഈ മയക്കുമരുന്ന് സംഭവത്തിൽ ഇങ്ങനെയൊരു പൊതുപ്രവർത്തകൻ ചമഞ്ഞ് നടന്ന ഒരാൾ മുഖ്യമന്ത്രി പദവിയിലേക്ക് എത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നേതാവിനോട് പോലും സൗഹൃദം കാണിക്കുകയും അവിടേക്ക് എനിക്ക് ആക്സസ് ഉണ്ടെന്ന് കാണിക്കുകയൊക്കെ ചെയ്ത ഒരാളെ മതിയായ വിധത്തിൽ തള്ളിപ്പറയേണ്ടതല്ലേ? അത് തള്ളിപ്പറഞ്ഞോ? ഇല്ലല്ലോ, തള്ളിപ്പറഞ്ഞില്ല. ഞാൻ നോക്കും 4-5 വരികൾ കൊണ്ട് അദ്ദേഹം ഈ കാര്യം പറഞ്ഞ് കവർ ചെയ്ത് പോയി കളഞ്ഞു. അതേക്കുറിച്ചൊരു ചോദ്യം ചോദിക്കാൻ അദ്ദേഹം സമ്മതിച്ചില്ല. ഇത് പറഞ്ഞ് മെറ്റയിലേക്ക് പോയിട്ട് അങ്ങനെ പോയി. ഇതാണ് ആദ്യം പറഞ്ഞത് കേട്ടോ. ഇത് പറഞ്ഞ് മെറ്റയിലേക്ക് പോയിട്ട് അങ്ങനെ പോയി. മെറ്റയെ പറ്റിയുള്ള ചോദ്യവും ബഹളവും, മെറ്റയെ പറ്റിയുള്ള വിശദീകരണവും, പിന്നെ മറ്റു വാർത്തകളിലേക്കും. പത്രക്കാരാണെങ്കിൽ എന്തോ കാരണത്താൽ ഈ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിന് പ്രത്യേകമായ സ്കില്ല് കൊണ്ട് പത്രക്കാർക്ക് കണ്ണ് മഞ്ഞളിക്കുന്നുണ്ട് എന്ന് തോന്നും. അതായത് ഇതൊരു പ്രധാനപ്പെട്ട വിഷയം. 2-3 ചോദ്യങ്ങൾ ഉണ്ടാകുന്നില്ല, ആരും ചോദിക്കുന്നില്ല. പിന്നെ ഇപ്പോൾ കൈരളിക്കാരും ദേശാഭിമാനിക്കാരും ആര് ചോദിച്ചാലും ഇപ്പോൾ നമുക്കറിയില്ല ആരാ ചോദിക്കുന്നത്. നമ്മൾ ചോദിച്ചാലും ഇപ്പോൾ നിങ്ങൾ കൈരളിക്കാരും മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ദേശാഭിമാനി മിണ്ടണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാവരും പേടിച്ചിട്ടാണ് തോന്നുന്നത്. അധികം ആരും ചോദിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവരെ കുറ്റപ്പെടുത്തില്ല. ഇപ്പം ഞാൻ അവിടെ ചെന്നിരുന്നാലും ഞാനതാ പറഞ്ഞത്, ആ അന്തരീക്ഷം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം വിജയിക്കുന്നുണ്ട്. അദ്ദേഹം അങ്ങനെ ഒരു അന്തരീക്ഷം അവിടെ സൃഷ്ടിക്കുന്നതിൽ വിജയിക്കുന്നതിൽ ഞാൻ അവിടെ ഇരിക്കുന്ന പത്രക്കാരെ കുറ്റപ്പെടുത്തില്ല. ഞാൻ പോയിരുന്നാലും ഇത് തന്നെയായിരിക്കും സ്ഥിതി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇത്രയും പ്രധാനപ്പെട്ടൊരു കാര്യം, സംസ്ഥാനത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്ന, സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ട് ഇപ്പോഴിരിക്കുന്ന അദ്ദേഹത്തെ മുഖ്യമന്ത്രി ആയതിനു ശേഷവും ഇങ്ങനെ കൂടെ നടന്നിട്ട് അതേ സമയം തന്നെ അപ്പുറത്ത് മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന ഒരാളെ വേണ്ട വിധത്തിൽ തള്ളിപ്പറഞ്ഞോ? നാളത്തെ പത്രങ്ങളിൽ അദ്ദേഹത്തിന് അനുകൂലമായ നിലപാടെടുക്കുന്ന പത്രങ്ങൾക്ക് നാളെ ഇതിൽ മുഖ്യമന്ത്രിയുടെ അതിശക്തമായിട്ടുള്ള വാക്കുകളൊന്നും എഴുതി ചേർക്കാൻ പാകത്തിന് എന്തെങ്കിലും അദ്ദേഹം പറഞ്ഞോ? ഇല്ല, അദ്ദേഹം പറഞ്ഞില്ല. ഈ പേര് പറഞ്ഞിട്ട് ഇയാൾ ഇങ്ങനെ ചെയ്തു, ഇയാൾ എന്നെ അടക്കം പറ്റിക്കുന്ന നിലയാണല്ലോ ഉണ്ടായത്. കോൺഗ്രസിൻ്റെ ചരിത്രം ഇതല്ല, മഹാത്മാഗാന്ധിയുടെ പാർട്ടിയാണിത്. ഞങ്ങളുടെ പാർട്ടി ഇരുന്നിട്ട് ഞങ്ങളുടെ നേതാവിനോടൊപ്പം ചേർന്നിട്ട് ഞങ്ങളുടെ നേതാവെന്ന് ചമഞ്ഞിട്ട് ഇമാതിരി മോശം കാര്യങ്ങൾ ചെയ്ത ആളുകളെ അങ്ങേയറ്റം തള്ളിപ്പറയുന്നു എന്നൊരു വാക്ക് അദ്ദേഹം പറഞ്ഞോ? ഇല്ല. നാളെ പത്രത്തിൽ എഴുതാൻ അങ്ങനൊരു വരിയില്ല. വി.ഡി. സതീശൻ്റെ വാർത്താ സമ്മേളനത്തിൽ അങ്ങനെ ഒരു വരിയില്ല, അതിശക്തമായിട്ടുള്ള വരിയില്ല. കേൾക്കുന്ന കേൾവിയിൽ ഒരു ഇളം തെന്നൽ പോലെ തലോടി അങ്ങ് പോകുന്നത് പോലെയാണ്. അദ്ദേഹം ഇങ്ങനെ ചെയ്തു, അദ്ദേഹം അങ്ങനെ ചെയ്തു, അദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത് ഞങ്ങൾ അറിഞ്ഞോ എന്ന് പറയാണ് വി.ഡി. സതീശൻ ചെയ്തിരിക്കുന്നത്. അത് വളരെ വളരെ മോശമായി പോയി എന്നെനിക്ക് തോന്നി. ഒന്ന്, അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം വരണം. അതായത് ഇദ്ദേഹത്തെ ഇപ്പം നമുക്ക് വേണമെങ്കിൽ ഇടതുപക്ഷ സർക്കാരിൻ്റെ കാലത്താണ് ഇയാൾ അറസ്റ്റിലായതെങ്കിൽ വി.ഡി. സതീശൻ്റെ ഉള്ളിൽ ഇതിലെന്തോ ഒരു സംശയമുണ്ട്, അയാളെ കുടുക്കിയതല്ലേ എന്നൊരു തോന്നലുണ്ട് എന്നെങ്കിലും വിചാരിക്കാമായിരുന്നു. ഇതിപ്പോൾ അദ്ദേഹത്തിൻ്റെ സർക്കാർ, അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകൻ, അദ്ദേഹത്തിൻ്റെ ആഭ്യന്തര വകുപ്പും പോലീസും അറസ്റ്റ് ചെയ്തിരിക്കുന്നു. അപ്പോൾ എന്താണ് അതിനെ അതിശക്തമായിട്ട് എതിർക്കണ്ടേ? അദ്ദേഹം സമാനമായിട്ടുള്ള കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഇതേക്കാൾ വലിയൊരു നേതാവിനോട് ഏത് നിലക്കുള്ള നിലപാടെടുത്തു എന്ന് നമ്മൾ കണ്ടല്ലേ ഹർഷ? കേരളം കണ്ടല്ലേ? നമ്മളതിനെ എത്രമാത്രം അഭിനന്ദിച്ചാണ്. ഓരോ അവസരം കിട്ടുമ്പോഴും ഞാനത് പറയാറുണ്ട്. ഇപ്പോൾ സനീഷ് വി.ഡി. സതീശൻ്റെ ആളാണ്, ഇന്നിപ്പോൾ താഴെ എഴുതി വെക്കും ആളുകൾ. നമ്മൾ അങ്ങനെ വി.ഡി. സതീശനെ ആ കാര്യത്തിൽ അഭിനന്ദിക്കുകയും അദ്ദേഹം ചെയ്ത വലിയ കാര്യമാണെന്ന് പറയുകയും ചെയ്ത ആളാണ്. പക്ഷേ സമൂഹത്തിൽ ഇത്രമാത്രം തിന്മ, രാഷ്ട്രീയ അധികാരം വെച്ചിട്ട് രാഷ്ട്രീയ നേതാക്കളുടെ, അതും മുഖ്യമന്ത്രിയുടെ വീടിനകത്ത് പോലും പോയിട്ട് വ്യക്തിപരമായിട്ട് ആ സൗഹൃദം സ്ഥാപിച്ചിട്ട് അത് വെച്ചിട്ട് മയക്കുമരുന്ന് കച്ചവടം, MDMA കച്ചവടം നടത്തിയ ഈ ചങ്ങാതിയെ അതിശക്തമായിട്ട് തള്ളിപ്പറയാൻ വി.ഡി. സതീശൻ വാക്കുകൾ ഉപയോഗിച്ചില്ല എന്നത് എനിക്ക് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സങ്കടകരവും ദുഃഖകരമായിട്ടുള്ള കാര്യമായിട്ട് തോന്നി. അങ്ങനെ ആയിരുന്നില്ല അദ്ദേഹം ചെയ്യേണ്ടിയിരുന്നത്. നാളത്തെ പത്രങ്ങളിൽ നമുക്ക് ഹെഡ്ലൈൻ കൊടുക്കാനില്ല. ഞാൻ നാളത്തെ പത്രങ്ങൾ പറയുന്നത് അദ്ദേഹത്തിന് അനുകൂലമായിട്ടുള്ള വമ്പൻ പത്രങ്ങൾ നാളെ ഈ അച്ചു നിരത്തുമ്പോൾ എവിടെ സമൂഹത്തിലെ ഏറ്റവും ഹിംസാത്മകമായിട്ടുള്ള ഇപ്പോഴത്തെ ഏറ്റവും കുറ്റകൃത്യം, എവിടെ സ്വന്തം അമ്മമാരെയും അച്ഛന്മാരെയും കൊല്ലുന്ന ഈ കുട്ടികളെ ഉണ്ടാക്കുന്ന ഈ മയക്കുമരുന്ന് വ്യാപനത്തിൻ്റെ ഒരു കണ്ണിയെ, ഒരു നിർണായക കണ്ണിയെ അതിശക്തമായിട്ട് തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ എവിടെ അരിച്ചു നോക്കിയാൽ കിട്ടില്ല നാളെ പത്രത്തിൽ. കാരണം അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം, നമ്മൾ വിചാരിക്കും, ഞാനും വിചാരിക്കുന്നു, മറ്റൊരുപാട് വിഷയങ്ങളുള്ളതുകൊണ്ട് വിട്ടുപോയതായിരിക്കാം അദ്ദേഹം അതിശക്തമായിട്ട് പറയാൻ. എന്നാൽ തള്ളിപ്പറയാതിരുന്നിട്ടില്ല, പക്ഷേ ശക്തമായിട്ട് ആ രീതിയിൽ വന്നില്ല. അപ്പോൾ അത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, ചിലപ്പോഴും അദ്ദേഹത്തെ വിമർശാത്മകമായിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നും വളരെ പല പോയിന്റുകളും അദ്ദേഹം പറയുന്നത് എന്താണ്, വളരെ അശ്രദ്ധയോടെയാണ്. വളരെ ശ്രദ്ധയോടെയുള്ളൊരു അശ്രദ്ധ വെച്ചിട്ട് അദ്ദേഹം പറയുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ വന്ദേ മാതരത്തിൻ്റെ കാര്യത്തിൽ ഹർഷൻ പറഞ്ഞില്ലേ, വന്ദേ മാതരത്തിൽ നിയമം പാസ്സായിട്ടില്ല എന്നറിയാൻ മാത്രം പറ്റാത്ത ഒരാളാണോ വി.ഡി. സതീശൻ? ഞാൻ വി.ഡി. സതീശനെ ഇന്ത്യ വിഷനിൽ ജോലി ചെയ്യുന്ന കാലത്ത് ഞാൻ വി.ഡി. സതീശനെ ആ കാലം തൊട്ട് വളരെ അടുത്ത് നിന്ന് നിരീക്ഷിക്കും, നമ്മൾ രണ്ടുപേരും നിരീക്ഷിക്കുന്ന ആളാണ് വി.ഡി. സതീശൻ. വളരെ ഷാർപ്പായിട്ടുള്ള രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളാണ്. ഹർഷന് പഴയ ലോട്ടറി ചർച്ച ഓർമ്മയുണ്ടോ തോമസ് ഐസക്കുമായി ബന്ധപ്പെട്ട്? നമ്മൾ അയ്യോ കൊള്ളാമല്ലോ ഇദ്ദേഹം എന്ന് തോന്നുന്ന കോൺഗ്രസ് നേതാവായിരുന്നത് ആ കാലം തൊട്ടാണ്. അപ്പോൾ അതിസൂക്ഷ്മമായിട്ടുള്ള രാഷ്ട്രീയ ജാഗ്രതയുള്ള ആളാണ് വി.ഡി. സതീശൻ. ഇല്ലാത്തൊരു നിയമം പാർലമെൻറ്റ് പാസ്സായി എന്ന് അദ്ദേഹം പറയുമോ? അപ്പോൾ അതിൽ അദ്ദേഹത്തിന് അശ്രദ്ധയുണ്ടോ? വളരെ ശ്രദ്ധയോടെയുള്ള, വളരെ കെയർഫുള്ളായിട്ടുള്ള ഒരു അശ്രദ്ധ അദ്ദേഹം കാണിക്കുകയില്ലേ എന്ന് പോലും സംശയം തോന്നുകയാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് എനിക്ക് മെറ്റയുടെ വിഷയത്തേക്കാൾ കൂടുതൽ. മെറ്റയുടെ വിഷയത്തിൽ അദ്ദേഹം ഇത് പറയുമെന്ന് എനിക്കറിയാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് പെട്ടെന്ന് ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. അദ്ദേഹം വിചാരിച്ചാലൊക്കെ മെറ്റ ഇത് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു 4 കാർഡങ്ങ് വലിച്ചതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ 4 കാർഡ് വലിച്ചുകൊണ്ട് അദ്ദേഹത്തിന് എന്ത് ഗുണമുള്ളത്? അപ്പോൾ അത് വേറെ ആരോ ചെയ്യുന്നു, അത് എളുപ്പത്തിൽ
പറയാവുന്ന കാര്യങ്ങൾ നല്ലോണം പരത്തി അങ്ങ് വിശദീകരിച്ചിട്ട് മറ്റതിൽ നിന്ന് ആളുകളുടെ ശ്രദ്ധ അങ്ങ് മാറുന്ന വിധത്തിലേക്കായിട്ട് അതേക്കുറിച്ച് രണ്ടാമതൊരു ചോദ്യം ഉണ്ടാകാതെ താങ്കളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇങ്ങനെ ഹിംസാത്മകമായിട്ടുള്ള സംഗതിയിൽ ചെന്ന് പെട്ടല്ലോ എന്നൊരു ചോദ്യത്തിന് മറുപടി കൊടുത്ത് മതിയായ വിധത്തിൽ ശക്തമായിട്ട് മറുപടി പറയാനുള്ള അവസരം ഉണ്ടായില്ല എന്ന് നമ്മൾ നിശ്ചയമായിട്ടും കാണേണ്ടതാണ്.